ഹായ്, നമുക്കിന്നൊരു ഈസി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അതിന് ആവശ്യമായ കുറച്ച് തക്കാളി, ഒരു 4-5 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ ക്യാപ്സിക്കം. ഞാൻ കുറച്ച് അധികം വെക്കുന്നതുകൊണ്ടാണ് ഇത്ര അധികം എടുത്തത്. കുറച്ചാണെങ്കിൽ അതിൽ അളവ് കുറച്ചാൽ മതി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 മാഗി ക്യൂബ്, പിന്നെ കുറച്ച് വറ്റൽമുളക്, പിന്നെ മല്ലിച്ചപ്പ്, പുതിന, അത് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ചപ്പുകൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ ഞാൻ കുറച്ച് അധികം വെക്കുന്നതുകൊണ്ടാണ് ഇത്ര അധികം എടുക്കുന്നത്. കുറച്ച് സോയാ സോസ്, പിന്നെ നമ്മൾ ജീരകമില്ലേ, ജീരകം കുറച്ച്, എൻ്റെ ആവശ്യത്തിന് കുറച്ച് ഗരം മസാല. എനിക്ക് ഒന്നിനും പൊതുവേ അളവില്ലാത്ത ആളാണ്, അതുകൊണ്ട് ഇങ്ങനെ തട്ടുന്നത്. കുറച്ച് ഗരം മസാല, കുറച്ച് തൈര്, ഇതൊക്കെ ഇട്ട് മിക്സിയിലിട്ട് നല്ലോണം ജ്യൂസ് അടിച്ച് ഞാൻ ചിക്കനിലേക്ക് ഒഴിച്ച് അത് ഒന്ന് നല്ലവണ്ണം മിക്സാകുന്ന രീതിയിൽ ഇങ്ങനെ കുഴച്ചെടുത്തു. ഞാൻ ചിക്കൻ കറി പീസാക്കി കേട്ടോ. അതൊക്കെ നല്ലോണം ഞാൻ ഉപ്പിട്ടില്ല, കാരണം മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവുമല്ലോ. ഉപ്പിൻ്റെ ആവശ്യം നോക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചാൽ ഉപ്പിടാഞ്ഞത് ആവശ്യത്തിന് ഇട്ടാൽ മതി. കാരണം വെറുതെ ഇട്ടിച്ച് പിന്നെ കറി നമ്മൾ വറ്റി വരുമ്പം ഭയങ്കര ഉപ്പുണ്ടാവും. പിന്നെ കുറച്ച് ചട്ടിയിൽ സൺഫ്ലവർ ആയിട്ടോ യൂസ് ചെയ്ത്, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ആ വേവിച്ച ചിക്കനില്ലേ അതെടുത്ത് അത് കുക്കറിൽ നിന്ന് കോരിയെടുത്ത്, ചിക്കൻ മാത്രമാണ് കോരിയെടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തു. ആ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് സൺഫ്ലവർ ഓയിൽ ആണ്, ഞാൻ വെളിച്ചെണ്ണയല്ല യൂസ് ചെയ്തത്, സൺഫ്ലവറാണ്. അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഒരു മന്തിയൊക്കെ വെച്ചപ്പില്ല അതേ ഓയിലിൽ ആ ഗ്രേവിയില്ലേ, ഗ്രേവി ഒന്ന് ഒഴിച്ച് അതൊന്ന് കുറുകുന്നവരെ, കുറച്ചൊരു കുറുകുന്നവരെ സെറ്റാക്കി. എന്നുവെച്ചാൽ ആ ചിക്കൻ അതിലേക്ക് എടുത്തിട്ട് പിന്നെ മല്ലിച്ചപ്പിട്ട് കറി ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ മല്ലിച്ചപ്പ് ഇട്ട് ഓഫാക്കി കേട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. നമ്മൾ സ്മെല്ല് ഏതാണെന്ന് അറിയാം, നമ്മൾ മന്തീൻ്റെ എല്ലാം സ്മെല്ലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഓക്കെ.